എന്താ ലേറ്റായേ? എന്റെ കോർട്ടിൽ ജഡ്ജിന് സെഷൻസ് ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിനി ഫുഡ് വേണ്ടായിരിക്കും അല്ലേ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അവിടുന്ന് ഒരു ലോഡ് ഫുഡ് കഴിച്ചു. മോളിറങ്ങിയ മോനെ, എന്താമേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അത് ശിശിരയുടെയും രാജീവിന്റെയും കാര്യ. അതിനുള്ള മറുപടി ഞാൻ രാവിലെ തന്നെ രാജീവിനോട് പറഞ്ഞാണല്ലോ. പിന്നെന്താമേ? മോനെ, അത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് പറയാവുന്ന കാര്യമാണോ? ഇവനത് നിസ്സാരമായിരിക്കും. പക്ഷേ എനിക്കതല്ല, എന്റെ ജീവിതമാണ്. എല്ലാവരും അത് ഓർത്താ നന്നായിരിക്കും. അപ്പൊ നീയാണോ ഇന്ന് അവനോട് വിളിച്ചു വരുത്തിയത്? ആണെങ്കി ആഹാ, എനിക്ക് തോന്നി. എടി, പോലീസുകാരനായിട്ടും അവന് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. ഈ ബന്ധത്തിന് എനിക്ക് ഇഷ്ടമല്ല എന്ന് നേരത്തെ തന്നെ അവൻ അറിയാവുന്നതല്ലേ? എനിക്ക് രാജീവേട്ടനെ ഇഷ്ടമാ. അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഞാനാ, അല്ലാതെ നീയല്ല. നിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല ഞാനൊരാളെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ നിന്റെ ജീവിതം ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ. നിനക്ക് വേണമെങ്കിൽ നിന്റെ തീരുമാനത്തിനനുസരിച്ച് അവന് വിവാഹം കഴിക്കാം. അത് പക്ഷേ നിന്റെ ഇഷ്ടം മാത്രമാണ്. അതിനെന്റെ സമ്മതം ഉണ്ടാവില്ല. ഗോകുൽ, എന്താ ഗോകുൽ ഇത്? അമ്മ ശിശിരേച്ചി ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ചേച്ചി അവരുടെ ജീവിതത്തെക്കുറിച്ചല്ലേ സംസാരിക്കുന്നേ? എടോ, ഒരു ബ്രദർ എന്ന നിലയിൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൺസേൺ ഉണ്ട്. ഒരിടത്ത് പോയി തോറ്റുമുടങ്ങി വന്നതാ. വീണ്ടും മറ്റൊന്ന് തിരഞ്ഞെടുക്കുമ്പോ 2 വട്ടമല്ല 100 വട്ടം ആലോചിക്കണം. ചേച്ചി അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണോ? കല്യാണം കഴിക്കുന്ന ആളുടെ ഇഷ്ടവും താല്പര്യവും അല്ലേ പ്രധാനം? എടോ എടോ തനിക്കറിയില്ല, ഈ രാജീവ് എന്ന് പറയുന്നവനൊരു നല്ല മനുഷ്യൻ പോലുമല്ല. പക്ഷേ ശിശിരേച്ചിക്ക് ഇഷ്ടാണല്ലോ. അറുത്ത് മുറിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതുകൂടി ഒന്ന് കണക്കിലെടുക്കണ്ടേ? വേണ്ട, ഇവൻ കണക്കിലെടുക്കണ്ട. എന്റെ ജീവിതം എന്റെ മാത്രം ബാധ്യതയാണല്ലോ. അപ്പൊ പിന്നെ അത് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ നടക്കില്ല. ഈ കാര്യത്തിലെ എന്റെ തീരുമാനം മാത്രം മതി. അങ്ങനെയാണെങ്കിലേ നീ തന്നെ തീരുമാനിച്ച് അതങ്ങ് നടപ്പിലാക്കിക്കോ. പക്ഷെ ഞങ്ങളെ ആരെയും അതിൽ നീ ക്ഷണിക്കണ്ട. ഓം നമഃ ശിവായ.
എന്താ മോളെ മുഖമല്ലാതിരിക്കുന്നത്? സന്തോഷത്തോടെ ശിവനെ ഭജിക്കേണ്ട രാത്രിയോ ഇത്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എനിക്ക്? ഉണ്ടെങ്കിൽ വ്രതം എടുക്കണമെന്നില്ല. അതല്ല ഗൂഗിൾ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുന്നത് സച്ചിയുടെ അമ്മയുടെ കരയുന്ന മുഖം. മറക്കാൻ പറ്റുന്നില്ല. നാളെയല്ലേ അവരുടെ ജാമ്യം പരിഗണിക്കുന്നത്. അതങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും. പ്രാർത്ഥനയ്ക്കിടയിൽ മോളുടെ മനസ്സിലേക്ക് ആ മുഖം കടന്നു വന്നെങ്കിൽ മോൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും.